മലപ്പുറം മങ്കടയിലെ ഒരു ഹീറോയിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന 3 കുട്ടികൾക്ക് രക്ഷകനായ വെള്ളില സ്വദേശി മുഹമ്മദ് ഷാമിൽ മരിച്ചെന്ന് കരുതിയ ഹീറോയിൻ അല്ല ഹീറോയാ. 12 വയസ്സുകാരിക്ക് CPR നൽകി ഷാമിൽ ജീവിതത്തിലേക്ക് തിരികെ നടത്തി. വെള്ളില PTM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ഷാമിലിനെയും സഹോദരനെയും പരിചയപ്പെടുത്തുന്നു അഷ്കർ അലി കരിമ്പ. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മലപ്പുറം മങ്കട വെള്ളിലയിൽ പുത്തൻവീട് ഇത്തരത്തിൽ ഈ കുളത്തിൽ 2-3 പേർ അകപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഒരു മിടുക്കൻ 2 വിദ്യാർത്ഥികളുടെ ഇടപെടലിലൂടെ 3 പേരുടെ ജീവനാണ് ഒരേപോലെ രക്ഷിക്കാൻ സാധിച്ചത്. അത് മിടുക്കന്മാരാണ് നമ്മുടെ കൂടെയുള്ളത്. ഇത് വെള്ളില PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി മുഹമ്മദ് ഷാമിലും അനിയൻ ഷഹീനുമാണ്. ഇവർ 2 കൂടി ചേർന്നാണ് അന്ന് അവരൊക്കെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് അന്ന് സംഭവിച്ചത് ഷാമിൽ? സംഭവം ഉച്ചക്ക് ഒരു 1:15 ഞാൻ 2 ചങ്ങായിമാരെ കുളിക്കേനു. കുളി അതിൻ്റെ അടിയിലാണ് ഒരു 4 പെൺകുട്ടികൾ വരുന്നുണ്ട്. ഞങ്ങൾ കയറി കൊടുത്തു. അങ്ങനെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു ആശാ വർക്കർ അതിൻ്റെ പേരക്കുട്ടിക്ക് മീൻ പിടിച്ചിറങ്ങാണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീന്താറില്ലെങ്കിൽ കുളത്തേക്ക് ഇറങ്ങണ്ടായിരുന്നു. കുളം കുറച്ച് കലങ്ങിയിരിക്കണമെന്ന് കുളത്തിൽ നിന്ന് അതിൻ്റെ വീട്ടിൽ പോകാൻ നിന്നപ്പോഴാണ് 12 വയസ്സായ ഒരു കുട്ടി അതിൽ മുങ്ങാൻ തുടങ്ങിയത്. പിന്നെ ആ താത്ത അതിൻ്റെ കുട്ടികളെയും കൊണ്ട് അവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിൽ ഫസ്റ്റ് 12 വയസ്സായ കുട്ടി താന്ന് പോയിക്കോളൂ. അത് ഞാൻ അറിഞ്ഞിട്ടില്ലേ. 2 ആളെ വലിച്ചയറ്റി, 1ാമത്തെ ആളെ വലിച്ചയറ്റി, 2ാമത്തെ ആളെ വലിച്ച് കയറ്റിയപ്പോൾ അത് മുങ്ങി തുടങ്ങി പറഞ്ഞാൽ ശ്വാസം എടുക്കേണ്ടതുള്ളൂ. പക്ഷേ ആകെ എന്താണ് അതിനെ എൻ്റെ ഓനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചേറ്റ് കരക്കത്ത് തന്നെ ഇങ്ങോട്ട് വലിച്ചിതാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി നിന്നപ്പോഴാണ് പറയണത് ഒരു കുട്ടിയും കൂടി ഉണ്ട് അതിൻ്റെ അടിയിലാണ്, അത് നടുവിലാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഫസ്റ്റത്തെ ഇതിൽ പോയി കിട്ടിയില്ല. 2ാമത്തേതിൽ കാലുമ തടഞ്ഞു. 3ാമത്തെ പിന്നെ കുട്ടീനെ ഞാൻ ചേറായതുകൊണ്ട് ഇരുട്ടാണ്, കലക്ക് വെള്ളമായതുകൊണ്ട് അപ്പോൾ കാലുമ കിട്ടി. കാലുമ പിടിച്ച് അങ്ങനെ മോൾക്ക് വലിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുഖം ശരിയാക്കിയപ്പോൾ നീല കളറായിക്കണം. ഇപ്പോൾ കണ്ടതിനപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ കുട്ടി മരിച്ചുള്ള ഇതിലാണ് പറഞ്ഞിനി. അപ്പോൾ അങ്ങനെ CPR കൊടുത്തിട്ട് 5ാമത്തെ ഇതിലാണ് കുട്ടീൻ്റെ ചുണ്ട് നനങ്ങി. അപ്പോൾ പിന്നെ ഇവനെ കൊടുത്തപ്പോൾ ഒരു 10-11 ആയപ്പോൾ പിന്നെ ശ്വാസം എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ് പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് സാറിത് ഒക്കെ പറഞ്ഞിരുന്നത്. പിന്നെ സ്കൗട്ട് പറഞ്ഞതുണ്ട്, അതിനും ഇതേപോലത്തെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് 4 പേരെ ജീവൻ രക്ഷിക്കാൻ പറ്റി. എന്താ തോന്നുന്നത്? ഇതൊരു കാര്യമാണ്. അഭിമാനം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വലിയൊരു കാര്യം തന്നെയാണ്. ചെറുതനത് കാര്യം. അനിയനൊപ്പം കൂടിയില്ലേ? എന്തായിരുന്നു വന്നപ്പോൾ കണ്ട കാഴ്ച? എന്നപ്പോൾ ഒരാളവൻ കയറ്റുന്നുണ്ടായിരുന്നു, ഒരാൾ ആ സ്റ്റെപ്പ് മടന്ന് അവിടുന്ന് കയറാനുള്ള ശേഷിയില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് അടുത്ത കയറ്റും. സ്കൂളിൽ നൽകേണ്ട നീന്തൽ പരിശീലനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജീവൻ രക്ഷാ പരിശീലനത്തിൻ്റെയൊക്കെ പ്രാധാന്യം കൂടി പറഞ്ഞറിയിക്കുന്ന അനുഭവവും സംഭവമാണ് വെളിയിൽ നടന്നു എന്നുള്ളതാണ്. മുഹമ്മദ് ഷാമിലും സൗദൻ ചെയ്യാനും ഒക്കെ തന്നെ നമ്മൾ പ്രത്യേകം ആവശ്യത്തിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളിൻ്റെ പ്രവർത്തനത്തെയും മാതൃകാപരമായ ആ പരിശീലനത്തെയും ഒക്കെ തന്നെ അഭിനന്ദിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാണ് എന്നുള്ളതാണ് മങ്കടയും വെള്ളിയിലും നൽകുന്നൊരു സന്ദേശം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലയ്ക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. അങ്ങനെ മുഹമ്മദ് ഷാമിലിന്റെ ഒരു നല്ല മാതൃക നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, എന്നല്ലേ അവർക്ക് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ.